ഒരു കാലത്ത് നമ്മുടെ മലയാള സിനിമയുടെ ഇതിഹാസങ്ങളായിരുന്നു പ്രേം നസീറും സത്യൻ മാഷും മധുസാറും ഷീലയും. അങ്ങനെ ഒരുപാട് നടീനടന്മാർ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അവരായിരുന്നു അന്ന് ജീവിച്ചിരുന്ന ആൾക്കാരുടെ സൂപ്പർ സ്റ്റാർ. അതിനുശേഷമാണ് നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ, ശ്രീനിവാസൻ, അങ്ങനെ എണ്ണി പറയാൻ പറ്റാത്ത അത്രത്തോളം പ്രതിഭകൾ നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് മലയാള സിനിമയിൽ നമുക്ക് ഒരുപാട് യുവ പ്രതിഭകൾ ഉണ്ടെന്നുള്ള, അത് പാൻ ഇന്ത്യൻ ലെവൽ വരെ ശ്രദ്ധിക്കപ്പെടുന്ന നടന്മാരും നടിമാരൊക്കെ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നടനാണ് നമ്മുടെ ദുൽഖർ സൽമാൻ ആണെങ്കിലും, അത് ഫഹദ് ഫാസിലാണെങ്കിലും, അതുപോലെ ടൊവിനോ ആണെങ്കിലും, ബേസിൽ ജോസഫ് ആണെങ്കിലും, വിനീത് ശ്രീനിവാസൻ, ഒരുപാട് പ്രതിഭകൾ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. മറ്റന്യ ഭാഷകളിൽ പോലും നമ്മുടെ മലയാള സിനിമയിലുള്ള മമ്മൂക്കായും ലാലേട്ടനും ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂ ജനറേഷനൊക്കെ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള നടന്മാർ തന്നെയാണ്. എന്തായാലും നമ്മുടെ ശാന്തിവള ദിനേശനോട് ഒരു ഇന്റർവ്യൂവിൽ ആങ്കർ ചോദിക്കുമ്പോൾ ശാന്തിവള ദിനേശൻ പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ തന്നെ തരംഗമായിട്ടുണ്ട്. കഴിഞ്ഞ 50 വർഷമായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂക്കായും ലാലേട്ടനും, ശ്രീനിവാസനെ പോലുള്ള നടൻ, ജഗതി ചേട്ടനെ പോലുള്ള നടൻ, ഇവരെല്ലാം നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടന്മാർ തന്നെയാണ്. എന്നാൽ ഈ 50 വർഷമായിട്ട് മമ്മൂക്കായും ലാലേട്ടനും ഇപ്പോഴും നടന്മാരോടൊപ്പം മത്സരിച്ച് നിൽക്കുന്നത് അവർ ഈ 50 വർഷമായിട്ട് മലയാള സിനിമയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു സംഭാവന, ഇവിടുത്തെ ജനഹൃദയങ്ങൾ കീഴടക്കാൻ പറ്റുന്ന ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ അവർ നമ്മുടെ മനസ്സിനെ കീഴടക്കിയിട്ടുള്ളവർ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിലും അവർ ചെയ്യുന്ന സിനിമകൾ കാണാൻ തിയേറ്ററിൽ ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. എന്തായാലും നമുക്ക് ശാന്തിവള ദിനേശൻ പറയുന്ന ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേൾക്കാം. കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു പോകാം. എന്ന് പറഞ്ഞ പടം നമ്മൾ ആരെങ്കിലും വിചാരിച്ചാണ് ഇങ്ങനെ 100-300 കോടി കളക്ട് ചെയ്യും. അല്ലെങ്കിൽ നസ്ലിൻ എന്നൊരു പയ്യല്ലേ, ഒരു സിനിമയുടെ ഗ്ലാമറും ഇല്ലാത്ത ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന പയ്യനാണ്. അവൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് എന്താ ജയ് 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 ജയ്. അത് കണ്ടോണ്ടിരുന്നിട്ടേ അതിശയപ്പെട്ടു ഞാൻ. ഇയാൾ ഈ മേശയുടെ അയാളെ ആ സ്റ്റാർഡം ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു നായിക ചവിട്ടി കൂട്ടുക എന്ന് പറഞ്ഞാലേ. ടൊവിനോ വ്യത്യസ്തമായ വേഷങ്ങൾ ഈ പടത്തിൽ തന്നെ. ടൊവിനോ ഓരോ പടം നമ്മൾ നോക്കിയാലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, എമ്പുരാനിൽ ചെയ്യുന്ന വേഷമല്ല ഇതിൽ ചെയ്യുന്നത്. ഇതുപോലെ ഓരോ പടത്തിനും വ്യത്യസ്തം. മറ്റേ ആദിവാസികളുടെ ഈ അടുത്ത കാലത്തൊരു പടം വന്നല്ലോ, ആ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന പോലീസുകാരൻ നരിവേട്ട, ഓരോ പടവും അയാൾ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യിച്ചെടുക്കാൻ കഴിയുന്ന ഒരാളാണ് നിവിൻ പോളി. ഇവരിലൊന്നും പെടാത്ത ആളാണ് വിനീത് ശ്രീനിവാസൻ. പിന്നെ നമ്മൾ എന്നെ ഞെട്ടിപ്പിച്ചതാണ്, ഇയാൾ മോഹൻലാലിൻ്റെ മകൻ എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഇയാൾക്ക് ഉള്ളൂ, ഇയാളുടെ ഒന്നും വരില്ല. കാരണം ഒന്നും അയാൾക്ക് താല്പര്യമില്ല. ഈ അടിച്ചതിന് വേണ്ടി കഴിയുമ്പോൾ അഭിനയിക്കുന്നതാണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരാളാണ് പ്രണവ്. അയാളെ ഡേസർ എന്ന് പറഞ്ഞൊരു പടം വന്നില്ലേ, എന്താ ചെയ്ത് കൂട്ടിക്കുന്ന അയാൾ. പിന്നെ ദുൽഖറിനൊക്കെ നമുക്ക് വിടാം, കാരണം അയാൾ പാൻ ഇന്ത്യൻ നടനായി മാറി തെളിയിച്ചു. ഇങ്ങനെ പറയാമെന്ന് തുടങ്ങിയാൽ കുറേ പേരില്ലേ, ഇവരെല്ലാം അസറ്റാണ് മലയാള സിനിമയ്ക്ക്. എന്താ പറയുക, മോഹൻലാലും മമ്മൂട്ടിയും ജയറാമും ദിലീപും ഒക്കെ പോയാലും അടുത്ത ജനറേഷൻ ഓക്കെയാണ്, ഞങ്ങൾ റെഡി. അങ്ങനെ നിൽപ്പുണ്ട്. അതുകൊണ്ട് മലയാള സിനിമയുടെ ഭാവി, നമ്മൾ സത്യമാഷ് വരച്ചും പറഞ്ഞില്ലേ ഇനി മലയാള സിനിമ എങ്ങോട്ട് പോകുന്നു, മോഹൻലാലോ ഭരത് ഗോപി നെടുപടിയാണോ ഒരു നമ്മളാരെങ്കിലും വിചാരിച്ചാണ്. ഓരോ സിനിമ കഴിയുമ്പോഴേ നമുക്ക് മമ്മൂട്ടിയും മോഹൻലാലിനൊന്നും ആവശ്യമില്ലാതെ വരും. കാരണം പുതിയ ജനറേഷൻ അത്ര ശക്തമാണ്. എന്നെ പോലെ ജോഷി സാറിനെ പറഞ്ഞതുപോലെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒരു കൺസെഷൻ മലയാളി കൊടുത്തിട്ടുണ്ട്. അവരങ്ങനെ എന്താ പറയുക, മലയാളിയുടെ മനസ്സിൽ അങ്ങനെ ഇടിച്ച് കയറിയ കാരണം അവരെന്ത് ചെയ്താലും കാണാൻ ആൾക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ബസ്സൂക്ക പോലുള്ള സിനിമകളൊക്കെ മമ്മൂക്ക വന്ന് മസിൽ പിടിച്ച് ചുരുട്ടി പിടിച്ചോണ്ടിരുന്നാലേ ആൾ തള്ളിക്കളയണ്ടേ. പക്ഷേ അതല്ല, എന്താ പ്രമേഹവും നമുക്ക് മലയാളത്തിൽ വേറൊരു നടനെ ചിന്തിക്കാൻ പറ്റും. ആ മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ എന്താ പറയുക, ഓസ്കാറിൻ്റെ അവിടുത്തെ ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നു. മത്സരത്തിലല്ല, അവിടെ ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നു ഈ പടം വരും തലമുറയ്ക്ക് കാണാൻ. വരും തലമുറയിലെ ഏത് രാജ്യത്തുള്ളവരാവട്ടെ അവർക്ക് കാണാനായിട്ട് ഓസ്കാറിൻ്റെ അവിടെ ഓഫീസിൽ ആ പടം മലയാള പടം സൂക്ഷിക്കുന്നെങ്കിലേ അത് തീർച്ചയായിട്ടും അത് മമ്മൂട്ടി അർഹിക്കുന്നതാണ്. മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ഈ ഒരു ജേണി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതൊരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് അസുഖം വന്നു, പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട്, പ്രായത്തിൻ്റെ പ്രശ്നമുണ്ടൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ പോലുള്ള ഒരാളിനെ നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുന്നതല്ല. മമ്മൂട്ടി മോഹൻലാൽ ജനറേഷനുമായിട്ടൊരു മത്സരത്തിലൊന്നും അവരെ പെടുത്തണ്ട. കാരണം എപ്പോൾ അവരിൽ നിന്നൊരു അത്ഭുത തുടരും പോലൊരു സിനിമ, എത്ര സിനിമ പറഞ്ഞ കഥയാണില്ലേ. പക്ഷെ നമ്മൾ മോഹൻലാലിൻ്റെ കൂടെ കരഞ്ഞില്ലേ, അത് മോഹൻലാൽ ഉണ്ടാക്കിയെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജാണ്. അത് മോഹൻലാൽ കരയുമ്പോൾ അല്ലെങ്കിൽ മോഹൻലാൽ ഇങ്ങനെ ചാടി വരുമ്പോഴേ അത് നമ്മുടെ മനസ്സിലേക്കാണ് അയാൾ ചാടി വരുന്നത്. അത് മമ്മൂട്ടിക്കുണ്ട്. അത് അവർ വല്ലാത്ത ഒരു ജനപ്രിയത ഉണ്ടാക്കിയെടുത്തത്. അത് ഇന്നലെ കൊണ്ടല്ല, ഇപ്പോഴത്തെ നായകന്മാരെ പോലെയല്ല. അവർ ഗ്രാജുവലായിട്ട് ചെയ്ത് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത്, വലിയ വേഷങ്ങൾ ചെയ്ത്, വില്ലൻ വേഷങ്ങൾ ചെയ്ത്, രണ്ടാം നായകനായി മൂന്നാം നായകനായി ഒക്കെ പോയി നമ്മളെ മനസ്സിലേക്ക് അങ്ങ് ഇടിച്ചു കയറിയതാണ്. അവർക്ക് രണ്ടുപേർക്കും നമ്മളതുകൊണ്ട് തന്നെ മാർക്കിടാതിരിക്കാം. അതല്ല, ഇപ്പോൾ മമ്മൂട്ടിയുടെ ഈ പ്രതിനായക വേഷങ്ങൾ കാണുമ്പോൾ മുമ്പും അദ്ദേഹം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അത് കുറച്ചും കൂടി ഭയങ്കര അത്ഭുതമായിട്ടുണ്ട്, കൗതുകമായി പോകില്ലേ നമുക്ക് കാണുമ്പോഴേ. ഇപ്പോൾ കളങ്കാവലം എന്നൊക്കെ പറഞ്ഞ പടത്തിൽ ഈ വിനായകനെ പോലെ ഒരു തന്നെ നായക വേഷം കൊടുത്തിട്ട് അതിൽ വില്ലൻ വേഷം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ ഭയങ്കര ചങ്കൂറ്റുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് പ്രമേയവും. ഇതുപോലുള്ള നെഗറ്റീവ് ഫ്ലേവറുള്ള ക്യാരക്ടറുകൾ
ഈ പ്രായത്തിലും അദ്ദേഹം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അണ്ടർലൈൻ ആയിട്ട് പറയുന്നു, ഈ പ്രായത്തിലും ചെയ്യുന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും അത്ഭുത പ്രതിഭാസങ്ങളാണ് ഈ രണ്ടും. നമ്മൾ നസീർ സാറ് 60 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛനായി തുടങ്ങി. അച്ഛൻ്റെ വേഷം 55 വയസ്സൊക്കെ ആയപ്പോൾ തേന്മയുമ്പോൾ വന്നപ്പോഴേക്കും അദ്ദേഹം മോഹൻലാലിനൊക്കെ പതുക്കെ മാറിക്കൊടുത്തില്ല. അതായത് ആട്ടക്കലാശം എന്ന് പറഞ്ഞ പടത്തിൽ മോഹൻലാൽ അനിയനായ നായകൻ നസീർ സാറാണ്, പോലീസ് ഓഫീസറാണ്. പക്ഷേ ഡോക്ടറായ അനിയൻ വിട്ടുകൊടുത്തിട്ട് ക്യാരക്ടറിൽ നായാട്ടിൽ ജയൻ്റെ ഒരു എർത്ത് പോലെ ആയിപ്പോയില്ലേ മുസ്ലിം ക്യാരക്ടർ. നിത്യഹരിത നായകൻ എന്ന് പറയുമെങ്കിലും വാസ്തവത്തിൽ നിത്യഹരിത നായകൻ അപ്പുറം ഒരു വാക്ക് പറയാമെങ്കിൽ അതാണ് മമ്മൂട്ടിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അത് അവർ രണ്ടുപേരും അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ മറ്റ് സിനിമ ഇൻഡസ്ട്രികളുണ്ട്, തമിഴ്, തെലുങ്ക്, കന്നഡ. ഇവിടെ അഭിനയിക്കുന്ന നായകന്മാർ അവരൊരിക്കലും ഈ മലയാള സിനിമയിലെ നായകന്മാർ ചെയ്യുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ അവർ ചൂസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവരത് എടുക്കാൻ ധൈര്യപ്പെടില്ല എന്നുള്ളതാണ്. ആ ഒരു സ്ഥാനത്താണ് മമ്മൂക്കായെ പോലുള്ള നമ്മുടെ മലയാളത്തിൻ്റെ അത്ഭുത പ്രതിഭാസം ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രങ്ങൾ എടുത്ത് അത് അവസ്മരണീയമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ സിനിമ തിയേറ്ററിൽ എത്തുമ്പോഴത്തേക്ക് അത് കാണാൻ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുന്നത്. കാരണം ഇപ്പോൾ ബ്രഹ്മയോഗം ആണെങ്കിലും കൊള്ളാം, കാതൽ സിനിമ ആണെങ്കിലും കൊള്ളാം, നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക്, അങ്ങനെ ഒരുപിടി വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ഈ ഒരു ജനറേഷൻ്റെ മുന്നിലും നമുക്ക് അവസ്മരണീയമാക്കുമ്പോൾ മറ്റു നടന്മാർക്ക് നമ്മുടെ മലയാളത്തിലെ നടന്മാരെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് അവർക്ക് അസൂയ. ഇപ്പം ലാലേട്ടൻ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ സിനിമകൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ, ഇപ്പോൾ നമ്മുടെ ജഗതി ചേട്ടനാണെങ്കിലും സിനിമയിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സ് നിൽക്കുന്ന കഥാപാത്രങ്ങൾ തന്നെ. ശ്രീനിവാസൻ, അതുപോലെ തന്നെ തിലകൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ബ്രില്യൻസ് ആയിട്ടുള്ള നടന്മാരും നടിമാരുമുള്ള ഒരു മേഖലയാണ് നമ്മുടെ മലയാളം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകളിൽ ഇരിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.